ആദ്യമായിട്ട് സേക്രഡ് ആർട്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും എന്റെ നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫംഗ്ഷന് വേണ്ടി ഇവിടെ വരുന്നത്. മുമ്പ് അവിടെ കഴിഞ്ഞ ദിവസം ഒരു കോൺസേർട്ടിന് ഇവിടെ വന്നായിരുന്നു. പക്ഷെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ ഇങ്ങനെ ഈ എനർജി കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കോളേജുകളിലേക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും സന്തോഷമുണ്ട്. ആ സന്തോഷം നിങ്ങളുടെ എനർജി കാണുമ്പോൾ കൂടുതൽ ഇരട്ടിക്കാറുണ്ട്. അപ്പോൾ പൊന്മാൻ എന്ന് പറയുന്ന സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഈ ജനുവരി 30 ഇറങ്ങാൻ പോകുന്ന സിനിമയാണ്. വെറുതെ ഒരു പ്രൊമോഷന് വേണ്ടി എന്തെങ്കിലും രണ്ട് നല്ല കാര്യം പറയാം എന്നുള്ള രീതിയിലല്ല, ഇതൊരു നല്ല സിനിമയായിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾ ആരും കല്യാണം കഴിച്ചിട്ടുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ കല്യാണം കഴിക്കാൻ പോകുന്നവർക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഈ സിനിമയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു സ്ത്രീധനവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ റെലവൻ്റ് ആയിട്ട് പെൺകുട്ടികൾക്കും ആൺകുട്ടികളും ഈ സിനിമ കണ്ടിരിക്കണം എന്നെനിക്ക് തോന്നുന്നു. സ്ത്രീധനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരും മേടിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇത് കാണുകയൊക്കെയാണ് ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ ഒന്ന് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. എന്ന് വെച്ച് ഭയങ്കര മറ്റേ അവാർഡ് പടം പോലുള്ള പടമൊന്നുമല്ല, ഭയങ്കര കമേഴ്ഷ്യലായിട്ടുള്ള എൻ്റർടൈനർ സിനിമ തന്നെയാണ്. ഞങ്ങളെല്ലാവരും ഇവിടെ അമ്പാൻ നമ്മുടെ സച്ചിൻ ഗോപി ഇവിടെ ഉണ്ട്. ആവേശം കഴിഞ്ഞിട്ട് സച്ചിൻ ചെയ്യുന്ന ഒരു സിനിമയാണ്. ഇതിലെ മരിയാനോ എന്ന് പറയുന്ന ഒരു വമ്പൻ ക്യാരക്ടർ സച്ചിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ലിജോമോൾ, നേരത്തെ പറഞ്ഞ പോലെ ജയ്ബീം ഒക്കെ കഴിഞ്ഞ് ലിജോമോൾ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ചെയ്യുന്ന ഒരു സിനിമയാണ്. സ്റ്റെഫി ഗ്രാഫ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആണ് ലിജോമോൾ ഈ സിനിമയിൽ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഡയറക്ടർ ജ്യോതിഷേട്ടനാണ്. അദ്ദേഹം ആർട്ട് ഡയറക്ടർ ആയിരുന്നു. കുമ്പളങ്ങി നൈറ്റ്സ്, ബ്രഹ്മയുഗം എന്നൊക്കെ പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള സിനിമകളിലെ ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തതിനു ശേഷം അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ ജ്യോതിഷേട്ടന്റെ ഒരു വലിയ സ്വപ്നം കൂടിയാണ് സിനിമ. പിന്നെ ബാക്കി ക്രൂ ഒന്നും ഇവിടെ വന്നിട്ടില്ല. ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള ഒരുപാട് ടെക്നീഷ്യൻസ്. ഇപ്പൊ പാട്ട് പാടിയ ബ്രൈഡാത്തി എന്ന് പറയുന്ന പാട്ട് ജസ്റ്റിൻ വർഗീസ് ആണ് അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്, ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതുപോലെ അപ്പൊ അങ്ങനെ നല്ല കുറെ ടെക്നീഷ്യൻസും കുറെ ആക്ടേഴ്സും ഒക്കെ അണിനിരക്കുന്ന വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും 30 പോയി കാണുക. അഭിപ്രായങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. അപ്പോ ചോദ്യം, ഞാൻ കോളേജിൽ പ്രേമം ഉണ്ടായിട്ടുണ്ടോ? കോളേജിൽ പ്രേമം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കല്യാണം പ്രേമിച്ച ആള് തന്നെ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ കൊച്ചിയായി 2 വയസ്സായി. 7 വർഷം പ്രേമിച്ചു, അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചു. 7 വർഷം. ചേട്ടാ ഒരു അഡ്വൈസ് പറയാമോ? അഡ്വൈസ് പറയാമോ എനിക്ക് വേണ്ടി? ഒരു പെമ്പിള്ളാരെ വരെ വളർത്തേ. ലിജോ പറയാനോ? ലിജോ പറയാൻ അത് ശരിയാ. പെമ്പിള്ളേര് പറയുന്ന അതിന്റെ കറക്റ്റ്. കുറച്ച് നന്നായിട്ട് എഫേർട്ട് ഇട്ടാ മതി. എന്നാ വേറെ ആളെ മാറ്റി പിടിച്ചു. അത്രേ ഉള്ളൂടാ, നന്നായിട്ട് എഫേർട്ട് ഇടാ വളയും. നമുക്ക് അമ്പാന്റെ 2 ഡയലോഗ് കേൾക്കാം. അമ്പാനെ എടുത്ത് പൊട്ടിക്കാൻ പോലെ. ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ പടം 30 റിലീസാവാൻ ഞാൻ ആവേശത്തിന് ശേഷം ചെയ്യുന്ന സിനിമയാണ്. എന്തോ എടാ ഓണം പോരാ, ഒരു പോരട്ടെ, ഓണാവല്ലോ അവരോട്. അതിത് ജ്യോതിഷേട്ടൻ പറഞ്ഞൊരു റിയൽ ഇൻസിഡന്റ് ബേസ് ചെയ്തിട്ടാണ് 4-5 ചെറുപ്പക്കാരൻ പറഞ്ഞ നോവല്, അതിനെ ആസ്പദമാക്കിയിട്ടാണ് സിനിമ വന്നേക്കുന്നത്. അപ്പൊ നല്ല എന്റർടൈനർ ആയിരിക്കും, എല്ലാവർക്കും ഭയങ്കര കണക്ട് ആവും, സാധാരണക്കാർക്കും എല്ലാവർക്കും കണക്ട് ആവും. അപ്പോൾ എല്ലാവരും 30 പടം പോയി കാണണം. കണ്ടവര് കാണാത്തവരോട് പറയണം. അപ്പോൾ അതൊക്കെയുള്ള എന്തെങ്കിലും സന്തോഷം. ഞാൻ രോമാഞ്ചത്തിന്റെ പ്രൊമോഷനാണ് ഇവിടെ വന്നത്. പിന്നെ അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത് ഇവിടെ. എന്തായാലും സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു അമ്പാൻ. ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഏതെങ്കിലും അമ്പാൻ ഒരു ഡയലോഗ് സിനിമയിൽ പറഞ്ഞ ഏതെങ്കിലും ഡയലോഗ് എനിക്ക് കേൾക്കണം എന്നല്ല. ഏതെങ്കിലും ശ്രദ്ധിക്കാം. ഓക്കെ, മതിയാ? ഓക്കെ. Shall I?
ഓക്കെ, ഇത് കഴിഞ്ഞ അമ്പാന്റെ ഡാൻസ് ഒക്കെ ഉണ്ടോ? അപ്പോ ഇനി ഇല്ലിച്ചു പോകും രണ്ടു ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ ഞങ്ങളുടെ സിനിമ ജനുവരി 30 റിലീസാവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കും. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ഇത് നല്ലോണം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കും. അപ്പൊ എല്ലാവരും പോയി കാണണം. കണ്ടിട്ട് നിങ്ങളെ ഫാമിലിയും കൂട്ടി പോയി കാണുക. ഇനി കാണാത്തവരെ എല്ലാവരെയും വിളിച്ച് പറഞ്ഞു വിടുക. താങ്ക് യു. ഓക്കെ, ഇനി നമ്മളെല്ലാവരും പൊന്മാലിൽ ചോദിച്ചു. അപ്പൊ ആ ഒരു ഗ്യാപ്പ് എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ അതില് ഒരു കിലോ ഉണ്ടായിരുന്നു ആവേശം. ഓക്കെ, അപ്പൊ അതിന് ഞാൻ ഒരു നോർമൽ എൻ്റെ ഒരു ബോഡി ഒരു 83 വന്ന സമയത്താണ് ജ്യോതിഷേട്ടനെ ഞാൻ കാണുന്നത്. ജ്യോതിഷേട്ടനെ കണ്ടപ്പോൾ ജ്യോതിഷേട്ടൻ പറഞ്ഞ് ഈ കഥ നരേറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കുറച്ചും കൂടി ഒരു ഇച്ചിരി ഫിസിക്ക് ഇച്ചിരി ബൾക്കായിരിക്കണം, കുറച്ച് അമ്പാനേക്കാളും കുറച്ചും കൂടി വലുതായിരിക്കണം. അപ്പോൾ പിന്നെ അതിൻ്റെ നോവൽ വായിച്ചപ്പോൾ ഉറപ്പിച്ച് ജ്യോതിഷേട്ടൻ ആവശ്യപ്പെട്ട് കുറച്ച് ഫിസിക്ക് ഇച്ചിരി സൈസ് വേണം, ഇങ്ങനെ അല്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു 96-97 പോയി അങ്ങനെ ചെയ്ത പടമാണ് പൊന്മാൻ. അപ്പൊ ആ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ ഈ കുറച്ചാൾ അമ്പാൻ ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ മരിയാനോ ചെയ്തു. അതിനുശേഷം ഞാൻ പൈങ്കിളി എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അതിൽ വരുമ്പോ 75 കിലോ ഉള്ളൂ. അപ്പൊ അതിലേക്ക് വന്നു. പിന്നെ ഫെബ്രുവരി 14 റിലീസ്. അപ്പൊ ഒരു ബേസിലായിരുന്നു ഒരു ചോദ്യം. എമ്പുരാൻ ടീച്ചർ കണ്ടില്ലേ? അപ്പൊ 2 മാസം മുന്നേ പോസ്റ്റർ ഇറക്കിയിരുന്നു, ഒരു വൈറ്റ് ഷർട്ട് ഇട്ട് തിരിഞ്ഞേക്കുന്ന ഒരു പോസ്റ്റർ. ഒരു ചെറിയ പൃഥ്വിരാജ് ഒരു ഇന്റർവ്യൂ പറഞ്ഞിരുന്നു ബേസിലിനെ വെച്ച് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും ഒരു ഇതുണ്ടോ? അത് അല്ല, ഞാനാണെങ്കിൽ പുള്ളി എന്നെ തിരിച്ചു നിർത്തേണ്ട കാര്യമില്ല, നേരെ നിർത്തിയാൽ മതി. ഇത്രയും ബിൽഡപ്പിന്റെ ആവശ്യമില്ലെന്ന് എനിക്ക് ആവശ്യമില്ലാന്നല്ലേ? ഇല്ല, ഞാനല്ലാതെ എന്തായാലും എനിക്ക് ആരാന്ന് എനിക്ക് പറഞ്ഞൂടാ. ഓക്കെ, ഹായ്, എൻ്റെ പേര് ദേവിചന്ദന. ഇവിടെ MA ജേർണലിസം പഠിക്കുകയാണ്. ആക്ച്വലി ഓൺ സ്ക്രീൻ എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾക്ക് മെമ്മറബിൾ ആയിട്ടുള്ള ഇൻസിഡൻസോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടോ? ഓൾസോ ഇതൊരു സോഷ്യൽ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടും തോന്നുന്നു. ട്രെയിലറും മാത്രമല്ല ഈ നോവൽ റിലേറ്റഡ് എന്ന് പറയുമ്പോൾ. സോ ഇങ്ങനത്തെ മൂവീസ് ലൈക്ക് സോഷ്യൽ ഇഷ്യൂസും കോമഡിയും മിക്സ്ഡ് വരുമ്പോഴത്തേക്ക്, കോമഡി എന്ന് ഫീൽ ചെയ്യുന്നു എനിക്ക് കണ്ടപ്പോൾ തോന്നിയതാണ്. സോ അങ്ങനത്തെ വരുമ്പോഴത്തേക്ക് കൂടുതൽ ഇമ്പാക്ട് ഓഡിയൻസിന് വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ആര് പറഞ്ഞാലും കുഴപ്പമില്ല. ലിജോ ഇതുവരെ ഒന്നും ലിജോ നല്ലൊരു തമാശ പറ. ഓഫ് സ്ക്രീൻ തമാശ അങ്ങനെ സംഭവിക്കാത്തൊരു സിനിമയാണ്. അങ്ങനെ തമാശ ഞങ്ങളൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടായിരുന്നു ഈ സിനിമ ചെയ്തത്. ഞങ്ങൾ അങ്ങനെ കുട്ടികൾ തമാശ കളിച്ചൊന്നുമല്ല ഞങ്ങൾ സിനിമ ചെയ്തത്. ഞങ്ങൾ ഭയങ്കര പ്രൊഫഷണൽസാ. അതുകൊണ്ട് പിന്നെ ചെളി കിടന്നൊക്കെ അടിയും പിടിയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറേ ഇടിയും കുത്തൊക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ. നല്ല രീതിയിൽ അല്ലെ അവിടെ ഇവിടെയൊക്കെ നടുവ് പോയി കുത്തി, കാലൊക്കെ ഫ്രാക്ചർ വന്നു, അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട്. അതൊന്നും പക്ഷെ തമാശയല്ല. ഇപ്പോൾ വലിയ തമാശയായിട്ട് തോന്നുമെങ്കിൽ അന്നേരം വലിയ തമാശയല്ലായിരുന്നു. വേറെ അങ്ങനെ തമാശ ഒന്നുള്ളതായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. കഴിഞ്ഞ വർഷം ഷൂട്ട് ചെയ്തതാ. കഴിഞ്ഞ വർഷം ഈ സമയത്താണ് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 1 വർഷം മുമ്പത്തെ തമാശയൊന്നും ഓർത്തിരിക്കാൻ അല്ല എന്നെക്കാൾ നന്നായിട്ട് സജിൻ ചിരിക്കും. അച്ഛന് കാമ ആള് ഇന്നലെ ചിരിച്ചല്ലോ ഇതൊന്നത് കിട്ടണില്ലേ? അത് എനിക്കത് തമാശ വന്നാലേ ചിരിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ എനിക്കത് വെറുതെ ഇരുന്ന് ചിരിക്കാൻ പറയുമ്പോൾ ചിരിക്കാൻ പറ്റില്ല. അറിയില്ല. പിന്നെ നമുക്ക് മാറി നിന്ന് ഒരു തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കാം. ഓക്കെ. ഹലോ ഹലോ, മിന്നൽ മുരളി 2 ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ ചോദ്യം. ഇപ്പൊ നിങ്ങൾ വന്നേക്കണത് പൊന്മാൻ മൂവി എന്ന് പറഞ്ഞൊരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പടം ഒരു ബമ്പർ ഹിറ്റ് ആവണമെങ്കിൽ ബേസിലായിട്ട് അടുത്ത പടത്തിൽ എനിക്കൊരു ചാൻസ് തരുമോ? ഈ കോളേജ് ഫുള്ള് കേട്ടേക്കണുണ്ടോ? നീ നന്നായിട്ട് നീ ആദ്യം തന്നെ ഓഡീഷനൊക്കെ ചെയ്ത് നോക്കി ക്യാരക്ടറിന് നന്നായിട്ട് ചേരുന്ന രീതിയിൽ അഭിനയമൊക്കെ ചെയ്താൽ പരിഗണിക്കാം.
അല്ലാതെ ഇപ്പൊ പറഞ്ഞതെന്ന് വെച്ചിട്ട് ഞാൻ പരിഗണിക്കുന്നില്ല. ഞാനാ നന്നായിട്ട് ചെയ്യണം, ഓഡീഷനൊക്കെ നന്നായിട്ട് ചെയ്താൽ നമുക്ക് പരിഗണിക്കാം. ഇങ്ങോട്ട് വരാൻ പോവാണോ? നീ ഉറപ്പിച്ച ഇതാണ് ഈ കോളേജിലെ നടൻ. ആണല്ലേ? പേരെന്താ? എഡ്വിൻ. നമുക്ക് നോക്കാം. താങ്ക്സ്. എഡ്വിൻ ഇവിടെ അല്ല ഇവിടെ അഭിനയിക്കാറുണ്ടോ പരിപാടികൾ? ആ, ഞാൻ ജീവിതത്തിലും ഭയങ്കര അഭിനയമാണ്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് സിനിമയുടെ ഓഡിഷനൊക്കെ വരുമ്പോ, കാസ്റ്റിംഗ് ഒക്കെ വരുമ്പോ നമുക്ക് നോക്കാം. എഡ്വിൻ അല്ലേ? അല്ല, നോക്കണ്ട, പടം ഹിറ്റാണെങ്കിൽ അപ്പൊ തരാന്നാ പറഞ്ഞത്. അല്ല, ചെയ്യുന്ന നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടോ എന്ന് അറിയാതെ എങ്ങനെയാ റോള് തരാൻ പറ്റുക? നന്നായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ നല്ലൊരു ഡയറക്ടർ ആണെങ്കിൽ ആരെ കൊണ്ടും അഭിനയിപ്പിക്കാൻ പറ്റുമെന്ന് എല്ലാരും പറയുന്നുണ്ടായിരുന്നു. ഈ പയ്യന്റെ ഒരു കാര്യം. ഓക്കെ, നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ഭാവി നടന് നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. അപ്പൊ ഓക്കെ, നമുക്ക് ഇനി അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. അടുത്തടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. ഓക്കെ.